ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ ടു ദ സ്ക്രീൻ. ഒരുപാട് പേര് ഞങ്ങൾ ഇത്രയും നാൾ വീഡിയോ ഇടാത്തത് എന്താണ്, ഞങ്ങൾക്ക് എന്താ പറ്റിയത്, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചായിരുന്നു. അത് എല്ലാത്തിനും റിപ്ലൈ തരണമെന്നുണ്ടായിരുന്നു. പിന്നെ കരുതി ഒരു വീഡിയോയിൽ അങ്ങ് പറയാമെന്ന്. അങ്ങനെ കഴിഞ്ഞ വീഡിയോയിൽ പറയാനിരുന്നതാണ്. എന്നാൽ ഞാൻ റെക്കോർഡ് ചെയ്ത് ഇൻട്രോ അയക്കുന്നതിന് മുന്നേ അവനത് അപ്ലോഡ് ചെയ്തു, എഡിറ്റർ. അതുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് പറയാൻ കരുതിയത്. ലാസ്റ്റ് ഞങ്ങൾ വീഡിയോ ചെയ്തിട്ട് 3 വർഷമായിരുന്നു. അതായത് ഞങ്ങൾ ആ സമയത്ത് കോളേജ് പഠിക്കുകയായിരുന്നു. കുറച്ച് ദൂരമുള്ളൊരു കോളേജായിരുന്നു. അത് ഞാൻ പോയിട്ട് വരുമ്പോൾ തന്നെ 7:30-8 മണിയാവും. അതിനുശേഷം ഞങ്ങൾക്ക് ഒട്ടും സമയമില്ലായിരുന്നു. പിന്നെ തേർഡ് ഇയർ ഒക്കെ ആയപ്പോൾ ഫുള്ള് ലാബ് എക്സാമും സെമിനാറൊക്കെ ആയിട്ട് അങ്ങനെ പോയി. കോളേജ് തീർന്ന് ഫ്രീ ആവുമെന്ന് കരുതിയ കോളേജ് തീർന്ന് 4 എന്നെ PSC ക്ലാസ്സിന് കൊണ്ട് ചേർന്നു. എന്നാൽ കുറച്ച് ആൾ PSC പഠിക്കാമെന്നും പറഞ്ഞിരുന്നു. ഒരു 8 മാസം അങ്ങനെ അങ്ങ് പോയി. അപ്പോഴാണ് എനിക്ക് ബോധവെച്ചത് PSC പഠിച്ചെന്നും പറഞ്ഞാൽ പെട്ടെന്ന് എവിടെ എത്തത്തില്ല. പെട്ടെന്ന് എവിടെ എത്തത്തില്ലെന്നല്ല, മര്യാദയ്ക്ക് പഠിച്ചില്ലെങ്കിൽ എവിടെ എത്തത്തില്ല. പിന്നെ സ്റ്റാഫ് സെലക്ഷൻ നോക്കാൻ കരുതി. അങ്ങനെ കൊല്ലത്തെ ഒരു വർഷം സ്റ്റാഫ് സെലക്ഷനും പോയി. ആക്ച്വലി ഇത് രണ്ടാമത്തെ വർഷം പാതിയായി, എന്നിട്ട് എവിടെ എത്തിയിട്ടില്ല. അങ്ങനെ ഒരു ബ്രേക്ക് കിട്ടിയപ്പോഴാണ് നിങ്ങളുടെ കമൻസ് എല്ലാം കണ്ടത്. ഇതിനു മുമ്പ് ഇട്ട ഒരുപാട് കമൻസ്. ആ കമൻസ് തന്നെയാണ് എഡിറ്ററിനെ എഡിറ്റ് ചെയ്യാനും എന്നെ ഈ മൈക്കിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടിരുത്താനും വീണ്ടും പ്രകടിപ്പിച്ചത്. സോ ഞങ്ങൾ ഇല്ലാത്തപ്പോഴും ഉള്ളപ്പോഴും എല്ലാപ്പോഴും ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 2026 ഇറങ്ങിയ ദ ഷീപ്പ് ഡിറ്റക്റ്റീവ് എന്ന് പറയുന്ന സിനിമയാണ്. ആക്ച്വലി ഇതൊരു ക്രൈം ത്രില്ലർ മൂവിയാണ്, എന്നൊരു ഫീൽ ഗുഡ് മൂവിയാണ്. എന്ന സാധാ ക്രൈം ത്രില്ലർ മൂവി പോലെയല്ല. ഇതിൻ്റെ അകത്ത് ക്രൈം കണ്ടുപിടിക്കുന്നത് ആടുകളാണ്. അതായത് ആടുകളെല്ലാം ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഷെപ്പാർഡ് ഉണ്ടായിരുന്നു. അതാണ് നമ്മുടെ കഥയുടെ ഹീറോ ജോർജ്. ഈ ആടുകൾ എത്ര സ്നേഹിച്ച് നോക്കിക്കൊണ്ടിരുന്ന ജോർജ് ഒരു ദിവസം മരണപ്പെടുന്നു. അതിലെന്തോ ദുരൂഹത ഉണ്ടെന്ന് ആ ആടുകൾക്ക് മനസ്സിലാവുന്നു. ആ ആടുകൾ അത് തപ്പി ഇറങ്ങുന്നു. അങ്ങനെ അവസാനം അവനെ കൊന്നത് ആരാണോ ഇല്ലേ എന്നൊക്കെ കണ്ടുപിടിച്ചതാണ് മൂവിയുടെ ഓൺലൈൻ. അപ്പം നമുക്ക് നേരെ മൂവിയിലോട്ട് പോകും. മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ജോർജിന്റെ ഒരു വോയിസ് ഓവർ പോലെയാണ് കേൾക്കുന്നത്. അതിൽ റെബേക്കയ്ക്ക് ഒരു കത്ത് പോലെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ആ കത്തിൽ അവൻ ആടുകൾ എത്ര ഇഷ്ടമാണെന്നും അവനതിനെ നോക്കുന്നതിനെ കുറിച്ചും ഒരുപാട് സമാധാനമുള്ള ജീവികളാണ് ആടെന്നെല്ലാം പറയുന്നു. ജോർജിന് 300 ഏക്കർ സ്ഥലമുണ്ട്. അതിലൊരു ഫാം പോലെയാണ് അവൻ ആടുകളെ മേച്ചുകൊണ്ടിരിക്കുന്നത്. അവനെ പുറത്തിറങ്ങി അവന്റെ ആടുകളെ കുറിച്ചെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതായത് അവന് എല്ലാ ആടുകളും ഒരുപോലെ ഇഷ്ടമാണെന്നും അതുകൊണ്ട് തന്നെ എല്ലാത്തിനും പേരിട്ടിട്ടുണ്ടെന്നല്ല. ഈ ചട്ടമ്പിമാരാണ് റോണി റെജി. പിന്നെ ഇത് സർ റിച്ച്ഫീൽഡ്. പഞ്ഞക്കെട്ട് പോലെയുള്ള ഇവളാണ് ക്ലൗഡ്. ഇത് സോറ, എപ്പോഴും സംശയമുള്ളവർ. ഇത് മോപ്പിൾ, വളരെ ക്ഷമാശീലമുള്ളവരാണ്. പിന്നെ ഊളായി. എല്ലാവരും എനിക്ക് പ്രിയപ്പെട്ടവരാണെങ്കിലും ഇതിൽ 2 പേര് എനിക്ക് കുറച്ച് സ്പെഷ്യലാണ്. അതിലൊന്ന് സെബാസ്റ്റ്യൻ. കൂട്ടത്തിൽ നിന്ന് ഒറ്റപ്പെട്ടവനാണെങ്കിലും കൂട്ടത്തിലെ കൊമ്പനാണ്. അവന് തോന്നുമ്പോൾ വരും, അവന് തോന്നുമ്പോൾ തിരിച്ചു പോവുകയും ചെയ്യും. പിന്നെ ലില്ലി, കൂട്ടത്തിലെ ഏറ്റവും മിടുക്കി ഇവളാണ്. എൻ്റെ മനസ്സിലെ ചിന്തകളും ഇമോഷൻസും എല്ലാം ഇവൾ മനസ്സിലാക്കുന്നുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഇവനിവിടെ എങ്ങനെയാണെന്ന് ജീവിക്കുന്നതെന്നും പറയുന്നു. അതായത് രാവിലെ എണീറ്റ് ഫുഡ് എല്ലാവർക്കും കൊടുക്കും, പിന്നെ അവരോട് കുറേ നേരം കളിക്കും, പിന്നെ മെഡിസിൻസും കൊടുക്കും. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ അവൻ ഓരോരോ ഇൻവെസ്റ്റിഗേഷൻ ബുക്കൊക്കെ അവർക്ക് വായിച്ച് കേൾപ്പിച്ചു കൊടുക്കും. അവരും അതെല്ലാം മനസ്സിലാവുന്നത് പോലെ കേട്ടിരിക്കും. അന്നും ഒരു കഥ പറയുന്നു, എന്നാൽ ക്ലൈമാക്സ് മാത്രം പറയുന്നില്ല. അങ്ങനെ തിരിച്ചു പോകുന്ന വഴിയിൽ ഈ ആടുകൾ തന്നെ ആരാണ് ആ കുറ്റം ചെയ്തതെന്നൊക്കെ സംസാരിച്ചുകൊണ്ട് പോകുന്നു. എന്നാൽ ലില്ലിയാണ് യഥാർത്ഥ കുറ്റവാളി ആരാണെന്ന് പറയുന്നത്. അവർ പറഞ്ഞ ആൾ തന്നെയായിരുന്നു ആ ബുക്ക് വായിച്ച് കേൾപ്പിച്ചപ്പോൾ കലയാളി. പിന്നെ വേറൊരാടിനെ കുറിച്ച് പറയുന്നു. എല്ലാ ആടുകളും സ്പ്രിംഗ് സീസണിലാണ് ജനിക്കാറ്, എന്നാൽ വിന്റർ സീസണിൽ ജനിക്കുന്ന ആടുകളുണ്ട്. അവരെ ബാക്കി ആളുകൾ കൂടെ കൂട്ടാറില്ല, എപ്പോഴും ഒറ്റപ്പെടുത്തും. അങ്ങനെ ഒരാടും ഇവിടെയുണ്ട്. അവന് പേരുമില്ല. ഈ കുട്ടികൾ അവനെ വന്ന് കളിക്കാൻ വിളിച്ചതും സർ റിച്ച്ഫീൽഡ് വന്ന് അവനോട് നോട്ടിക്കുന്നു. എന്നിട്ട് അവൻ്റെ കൂടെ നിന്ന് പറഞ്ഞ് ബാക്കി കുട്ടിയാളുടെയും വഴക്കുറയുന്നു. റേസിസം, പച്ചയായ റേസിസം. അങ്ങനെ അവൻ അവിടെ നിന്ന് ഓടിപ്പോയതും ജോർജ് അവനെ എടുത്ത് ആശ്വസിപ്പിക്കുന്നു. എന്നിട്ട് അവൻ്റെ ചെവിയിലും എന്തോ രഹസ്യമായിട്ട് പറയുന്നു. അവൻ താമസിക്കുന്ന ടൗണിൽ ഒരു ബെല്ലടി കേട്ടതും അങ്ങോട്ട് പോകുന്നു. അവൻ താമസിക്കുന്ന സ്ഥലമാണ് ഡെൻബ്രോ. ആ ടൗണിൽ വേറെ കുറച്ച് ക്യാരക്ടേഴ്സും ഉണ്ട്. അവരെക്കുറിച്ചും ജോർജ് പറയുന്നു. ആക്ച്വലി കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്, എല്ലാവരും പേര് പറഞ്ഞ് കൺഫ്യൂസ് ആക്കുന്നില്ല. അതുകൊണ്ട് അവരുടെ ജോലി മാത്രം പറയാം. ചിലരുടെയൊക്കെ പേരും. ഇതൊരു ഷെപ്പേർഡാണ്, ഇവനെ എനിക്ക് ഇഷ്ടമല്ല. ഇത് ഹാം, ഇറച്ചിവെട്ടുകാരനാണ്, ഇവനെ എനിക്കിഷ്ടമല്ല. ഇത് ബെത്ത്, ഇവിടെ ഒരു ലോഡ്ജ് നടത്തുന്നു, ഇവർക്ക് എന്നെ ഇഷ്ടമല്ല. ഇത് കിം, ഇവിടെയുള്ള ഒരേ ഒരു പോലീസാണ്, ആളൊരു മണ്ടന. പിന്നെ ഈ ചർച്ചിലെ ഫാദർ, ഞങ്ങൾ തമ്മിൽ വലിയ രസത്തിലും അല്ല. ജോർജ് ഇങ്ങനെ അവിടെ വന്ന് കുറേ പൈസയും കൊടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നു. എന്നും അവൻ റെബേക്കയ്ക്ക് കത്തയക്കാറുണ്ട്. ഈ ആടുകൾ സെബാസ്റ്റ്യനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്, കുറച്ച് കുറ്റവും പറയുന്നുണ്ട്. അപ്പോൾ മറ്റേ ഷെപ്പേർഡായിട്ടുള്ള ആൾ വന്ന് ജോർജിൻ്റെ അടുത്തേക്ക് പോകുന്നു. ഈ ആടുകളും ഷെപ്പേർഡ് വന്നുകൊണ്ട് അവൻ്റെ ആടുകളെ ഇവിടെയും ഒന്നിപ്പിക്കാനാണ് വന്നതെന്നൊക്കെ പറഞ്ഞ് സന്തോഷമുണ്ടെന്നതും ജോർജ് അവനെ വഴക്ക് പറഞ്ഞു അവിടെ നിന്ന് പറഞ്ഞയക്കുന്നു. ആടുകൾ എന്നെ ഒന്നിക്കുന്നില്ലെന്ന് കണ്ടതും ഇവർക്ക് ഒരുപാട് വിഷമമാവുന്നു. ആ കുട്ടിയും വന്ന് ഇതെനിക്ക് ഒരുപാട് വിഷമമാണ്, എനിക്കിത് മറക്കണമെന്ന് പറയുന്നു. അതായത് ഈ ആടുകൾക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ കണ്ണടച്ച് 1, 2, 3 എണ്ണുമ്പോഴേക്കും അവരത് മറക്കും. എന്നാൽ മോപ്പിളിന് മാത്രം അത് പറ്റത്തില്ല, അവനെല്ലാം ഓർമ്മ കാണും. അങ്ങനെ അവരും ആ ഷെപ്പേർഡ് വന്ന കാര്യമെല്ലാം മറക്കുന്നു. ജോർജും അങ്ങനെ ടെൻഷനായി പുറത്തു വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ട് അവിടെ വന്നിരുന്നതും ലില്ലിയും വന്ന് സമാധാനപ്പെടുത്തുന്നു. അപ്പോൾ അങ്ങോട്ട് പുതിയൊരു ക്യാരക്ടർ വരുന്നു. ഇതാണ് എലിയട്ട് മാത്യൂസ്, ഒരു റിപ്പോർട്ടറാണ്. ഇവിടെ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടാണ് വന്നത്. പിന്നെ ബെത്തിനെ കാണിക്കുന്നു. അവിടെ ഈ പോസ്റ്റ്മാനും കത്തും കൊണ്ടുവന്നതും ജോർജ് റെബേക്കയ്ക്ക് എഴുതിയ കത്തും കാണുന്നു. അത് കണ്ട ബെത്തും അതാരാണെന്ന് ചോദിച്ചതും ആരാണെന്നറിയില്ല, എന്നാൽ മാസങ്ങളായിട്ട് കത്തെഴുതിക്കൊണ്ടിരിക്കുകയാണ്. റെബേക്ക അമേരിക്കയിലാണ്, ലവേഴ്സ് ആണെന്ന് തോന്നുന്നു.
അങ്ങനെ അവൾ പോകുമ്പോയതും ബെത്തും അവളെ കാണാതെ ആ ലെറ്റർ അടിച്ചു മാറ്റുന്നു. എലിയട്ടും അങ്ങനെ ഫെസ്റ്റിവൽ ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് വന്നതും അവളും കൊണ്ട് കാണിക്കുന്നു, നോക്കിയാൽ 3-4 പെട്ടികളെ എടുത്തു വെച്ചിട്ടാണ് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞേക്കുന്നത്. അങ്ങനെ അവനും ഇതൊക്കെയാണ് ഫെസ്റ്റിവൽ എന്നും പറഞ്ഞ് ഒരുപാട് കുറ്റം പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. അന്ന് രാത്രിയാണെങ്കിൽ നല്ലപോലെ മഴയും ഇടിയെല്ലാം ഉണ്ട്. ഇത് കണ്ട ആട്ടുംകുട്ടികളെല്ലാം ഒരുപാട് പേടിച്ചതും സർ റിച്ച്ഫീൽഡും ഒരു കഥ പോലെ പറയുന്നു. അതായത് ഈ ഇടി കേട്ടാരും പേടിക്കണ്ട, ഈ ആകാശത്തുള്ള മേഘങ്ങളെല്ലാം ആടുകളാണ്. അവർ നൃത്തം ചെയ്യുമ്പോഴാണ് മഴ പെയ്യുന്നതും ഇടി വെട്ടുന്നതും. അപ്പൊ എല്ലാ ആടുകളും മേഘങ്ങളായിട്ട് മാറുമോ? അതെ, എല്ലാ ആടും ഒരു സമയമാകുമ്പോൾ മേഘങ്ങളായിട്ട് മാറും. ആടുകൾ മരണപ്പെടുന്നതിനെ കുറിച്ചാണ് അവരെ ഈ മേഘങ്ങളായിട്ട് പോകുന്നൊക്കെ പറയുന്നത്. ബെത്തും ഈ കത്ത് വായിച്ചതിന് ശേഷം ഒരുപാട് ദേഷ്യപ്പെടുന്നു. പോകുന്ന വഴി വണ്ടി ഇടിക്കുന്നു. അത് കാരണം ഇവനെ തിരിച്ചു വരേണ്ടി വരുന്നു. ജോർജ് കാരവൻ ഇരുന്നപ്പോൾ പുറത്തൊരു തട്ടി വയ്ക്കുന്നു. പിറ്റേന്ന് മൂപ്പിൾ എണീറ്റ് പോയി നോക്കിയതും ജോർജ് പുറത്ത് കിടക്കുന്നു. അടുത്ത് ലില്ലിയുണ്ട്. ജോർജ് അനങ്ങുന്നേയില്ല. ലില്ലി അതൊരു ഗെയിമായിട്ടാണ് കരുതിയത്. മൂപ്പിൾ അവനൊന്നും തട്ടി നോക്കിയിട്ട് അനങ്ങുന്നില്ല. ലില്ലി ഇതൊരു ഗെയിമല്ല, ജോർജ് മരിച്ചു. മരിക്കാനോ? അതിന് കഥകളിൽ മാത്രമല്ലേ മരിക്കാറുള്ളൂ. ജോർജ് മരിച്ചിട്ടൊന്നുമില്ല. അവൾക്കിത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഒരുപാട് വിഷമിക്കുന്നു. അവളും അങ്ങനെ അത് ബാക്കി ആടുകളെടുത്ത് പറയുന്നു. അവർക്കും അത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അവരും ഒരുപാട് വിഷമിക്കുന്നു. എന്ത് ചെയ്യണമെന്ന് ലില്ലി എടുത്ത് ചോദിച്ചപ്പോൾ ഇത് ഒരുപാട് വിഷമമുണ്ടാക്കി പോകുന്ന കാര്യമാണ്, എനിക്കിത് സഹിക്കാൻ പോലും പറ്റുന്നില്ല, അതുകൊണ്ട് ഇത് നമ്മൾ മറക്കണം. എന്നാൽ മൂപ്പിളിന് ഐഡിയ ഇഷ്ടപ്പെടുന്നില്ല. എല്ലാവരും അങ്ങനെ മറക്കാൻ തയ്യാറായി എണ്ണാൻ തുടങ്ങിയതും നമ്മുടെ സെബാസ്റ്റ്യൻ അങ്ങോട്ട് വരുന്നു. ലില്ലി, എന്റെ ഷെപ്പേർഡിനെ ഇങ്ങനെയൊക്കെ മറക്കാൻ നിങ്ങൾ അത്ര പെട്ടെന്ന് ഞാൻ സമ്മതിക്കുമെന്ന് വിചാരിച്ചു. ജോർജ് നമ്മുടെ ഷെപ്പേർഡായിരുന്നു. നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ ഇത് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ് ജോർജ്. നമ്മൾ മറന്നേ പറ്റൂ. ഒരിക്കലുമില്ല. നിങ്ങൾ ജോർജിനെ മറക്കാൻ പാടില്ല. അതാണ് അദ്ദേഹത്തോട് നമ്മൾ കാണിക്കുന്ന നീതി. അത് ജോർജ് എന്നോട് കാണിച്ചിരുന്നു. അത് ജോർജും അർഹിക്കുന്നു. ഇവരും എങ്ങനെ മറക്കണ്ടെന്ന് തീരുമാനിക്കുന്നു. സോറിയും വന്ന് ഓരോന്ന് ചോദിച്ചു ജോർജിനെ ആരാ കൊന്നതെന്നും ചോദിക്കുന്നു. നീ എന്താ അങ്ങനെ പറഞ്ഞേ? ജോർജ് പറയാനുള്ള കഥകളിലെല്ലാം എപ്പോഴും കൊല്ലപ്പെടാറല്ലേ ഉള്ളത്. ലില്ലി അല്ലെന്നൊക്കെ പറഞ്ഞ് പിന്നെ ആലോചിച്ചപ്പോൾ അവൾക്കും ഡൗട്ട് തോന്നുന്നു. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞ് പോലീസും ആംബുലൻസും എല്ലാം അങ്ങോട്ട് വരുന്നു. ഈ ഷെപ്പേർഡ് ഇവിടെ ഒരു സാധനം സൈൻ ചെയ്യാൻ വന്നപ്പോഴാണ് ജോർജ് ഇങ്ങനെ കിടക്കുന്നത് കാണുന്നത്. എവിടെ മൂപ്പിളി ലില്ലിയുമാണെങ്കിൽ ലില്ലിക്കൊരു ഡൗട്ട് തോന്നി അത് നോക്കാൻ പോകുന്നു. അതായത് മഴത്ത് പുറത്തിറങ്ങിയിട്ടും ജോർജ് എന്താ തൊപ്പിയും കോട്ടൊന്നും ഇടാത്തതെന്ന്. അങ്ങനെ അവളും ഗ്ലാസ്സിൽ കൂടെ നോക്കിയതും ജോർജിന്റെ കോട്ടൊക്കെ അവിടെ കിടപ്പുണ്ട്. കൂടാതെ ടേബിളിൽ 2 ഗ്ലാസ്സും ഇരിക്കുന്നു. ഈ പോലീസെല്ലാം നോക്കിക്കൊണ്ടിരുന്നപ്പോൾ എലിയോട്ടും അങ്ങോട്ട് വരുന്നു. എന്നിട്ട് എന്ത് പറ്റിയെന്നെല്ലാം ചോദിച്ചതും ആ പോലീസും ഇതിൽ നിനക്ക് സ്റ്റോറിക്കുള്ള സ്കോപ്പ് ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, ഇതൊരു സാധാരണമായിട്ടുള്ള മരണമാണ്, ഞാനെല്ലാം ചെക്ക് ചെയ്താണ് ആ കാരവന്റെ പുറത്ത് മടിയിലൊക്കെ എന്നൊക്കെ പറഞ്ഞതും അതിന്റെ അകത്ത് ചെക്ക് ചെയ്തായിരുന്നു. ഇല്ല, നോക്കിയേക്കാം. ആ പോലീസ് അകത്ത് കയറി എല്ലാം ഓക്കെയാണെന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങിയതും എലിയട്ടും ഇല്ല, ഹാർട്ട് അറ്റാക്ക് ആണെങ്കിൽ അയാൾ എന്തിനാ പുറത്തു പോകുന്നത്, ഇവിടെ കിടന്നാ പോരായിരുന്നു, ഇവിടെ വെച്ചാൽ എന്തോ സംഭവിച്ചിട്ടുള്ളത്. ആ ഗ്ലാസ് കണ്ടിട്ട് അയാൾ ഒറ്റയ്ക്കായിരുന്നില്ല. ആ പോലീസും അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല, ഇത് ഹാർട്ട് അറ്റാക്ക് തന്നെയാണെന്ന് പറഞ്ഞിട്ട് പോകാൻ തുടങ്ങുന്നു. എലിയട്ടും നിങ്ങൾ എന്താണ് ഇത്രയും തെളിവുണ്ടായിട്ടോ അതെല്ലാം ഇഗ്നോർ ചെയ്യുന്നതെന്ന് ചോദിച്ചതും പോലീസും അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ജോർജ് കൊല്ലപ്പെട്ടതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. ഇവിടെ ലില്ലിയും വന്ന് ജോർജ് മരണപ്പെട്ടാണെന്ന് എല്ലാവരോടും പറയുന്നു. സെബാസ്റ്റ്യനും വന്ന് ആ നിന്റെ തോന്നൽ മാത്രമായിരിക്കും എന്ന് പറഞ്ഞതും അല്ല, ഇന്നലെ ജോർജിന് അടുപ്പമുള്ള ആരോ വന്നിട്ടുണ്ട്, അവര് ഡ്രിങ്ക്സും കഴിച്ചായിരുന്നു, അയാൾ തന്നെയായിരിക്കും വിഷം കൊടുത്ത് ജോർജിനെ കൊന്നത്, അതുകൊണ്ട് മുറിവൊന്നും ഇല്ലാത്തത്. എന്നാൽ അതിനിടയിൽ അവർക്കിടയിൽ ഒരു അടി നടന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് കയ്യിൽ ആ പെയിന്റ് ഉള്ളത്. ഈ പോലീസ് നമ്മൾ വായിച്ച കഥയിലുള്ള പോലെ തന്നെ ഒരു കഴിവ് കിട്ടാനാ. ജോർജ് നമ്മുടെ ഷെപ്പേർഡാണ്, അദ്ദേഹം നമ്മളെ ഒരുപാട് സ്നേഹിച്ചു, അതുകൊണ്ട് നമ്മൾ തന്നെ ഇത് തെളിയിക്കണം. അത് കേട്ട് സെബാസ്റ്റ്യൻ ഒരുപാട് ചിരിക്കുന്നു. നിങ്ങളൊക്കെ വെറും ആടുകളാ, ഈ കൊലപാതകം തെളിയിക്കാനൊന്നും നിങ്ങളെ കൊണ്ട് പറ്റില്ല. പിന്നെ നീ ലോകത്തിലെ ഏറ്റവും ബുദ്ധിയുള്ള ആടാണെന്നാണ് നിന്റെ വിചാരം. നീ ആരുമല്ല, നീ നിന്റെ പണി നോക്ക്, കേസൊക്കെ മനുഷ്യന്മാരെ നോക്കിക്കോളും. എന്നാൽ ലില്ലി അതൊന്നും കേട്ട് പിന്മാറുന്നില്ല. എല്ലാവരോടും ക്ലൂ കണ്ടുപിടിക്കാൻ പറയുന്നു. അവരും ക്ലൂ ഒക്കെ നോക്കാനും തുടങ്ങുന്നു. ഊളയാണെങ്കിൽ ക്ലൂ നോക്കുന്ന പേര് ഒരു ബക്കറ്റും തലയിട്ടുകൊണ്ട് നടക്കുന്നു. നോക്കിയിട്ട് ക്ലൂ ഒന്നും കിട്ടാത്തോണ്ട് ലില്ലിയും വന്ന് കൊലപാതകം നടന്നന്ന് ആരെങ്കിലും എന്തെങ്കിലും കണ്ടായിരുന്നോ ചോദിച്ചതും മേപ്പിളും അവനന്ന് സെബാസ്റ്റ്യനെ കണ്ടായിരുന്നെന്ന് പറയുന്നു. അങ്ങനെ എല്ലാവരും അവനെ കൊന്നെന്ന് പറയാൻ തുടങ്ങി. ശരിയാ, ഞാനാ കൊന്നത്. അതും എനിക്ക് തുറക്കാൻ പറ്റാത്ത ഈ ഡോറും തുറന്ന് എനിക്ക് ഇരിക്കാൻ പറ്റാത്ത കസേരയിലിരുന്ന് എന്റെ ഷെപ്പേർഡിനെ ഞാൻ തന്നെ വിഷം കൊടുത്തു കൊന്നു, അതും ഇതുകൊണ്ട്. ഏതെങ്കിലും മനുഷ്യന്മാരെ കണ്ടായിരുന്നോ എന്ന് ലില്ലി വീണ്ടും ചോദിച്ചതും ഞാൻ ജോർജിന്റെ പ്രേതത്തിനെ കണ്ടെന്ന് ഇവനും പറയുന്നു. എന്നാൽ ആരും അവനെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. കള്ളം പറയാനെന്ന് പറഞ്ഞ് അവന്റെ അടുത്ത് മിണ്ടായിരിക്കാൻ പറയുന്നു. അവിടെ മണിയുടെ ശബ്ദം കേട്ടതും ആൾക്കാർ കൂടുന്ന സ്ഥലത്ത് എന്തായാലും കൊലപാതകം കാണും, അത് കാരണം അങ്ങോട്ട് പോകുന്നത് ലില്ലിയും പറയുന്നു. എന്നാൽ സെബാസ്റ്റ്യനും നിങ്ങൾ അതിന് ഇവിടെ വിട്ട് പോയിട്ടൊന്നുമില്ലല്ലോ, നിങ്ങളെ കൊണ്ട് ഇതൊന്നും പറ്റത്തില്ലെന്ന് പറയുന്നു. എന്നാൽ ലില്ലിയുടെ നിർബന്ധം കാരണം അവസാനം പോകാനും സമ്മതിക്കുന്നു. സിറ്റിയിലോട്ട് പോകുന്നെങ്കിൽ റോഡൊക്കെ ക്രോസ് ചെയ്ത് വേണം പോകാൻ. ഇവരാരും ഇന്നേ വരെ അതൊന്നും ചെയ്തിട്ടില്ല. അത് കാരണം ഒരുപാട് പേടിച്ചിരിക്കുന്നു. ഇവരിങ്ങനെ പേടിച്ചിരിക്കുമ്പോൾ ഒരു കോഴി വരെ അങ്ങോട്ട് ക്രോസ് ചെയ്ത് പോകുന്നു. അവസാനം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മോട്ടിവേറ്റ് ചെയ്ത് ജോർജിന് വേണ്ടിയാണെന്നുള്ളതൊക്കെ ഓർത്ത് കഷ്ടപ്പെട്ട് റോഡ് ക്രോസ് ചെയ്യുന്നു. അങ്ങനെ അവരും ഈ കേസ് എന്തായാലും തെളിയിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞ വില്ലേജിലോട്ട് എത്തുന്നു. ആ വില്ലേജിലുള്ളവരും എല്ലാവരും ചർച്ചിന്റെ ഫ്രണ്ടിലും ഉണ്ട്. ആ പോലീസും വന്ന് ജോർജിന് വിഷം കൊടുത്ത് കൊന്നതാണെന്നൊക്കെ തന്നെ പറയുന്നു. അതും ആ വിഷം അവിടെ നിന്നുള്ള ഒരു മരത്തിന്റെ കാലിൽ നിന്നുള്ളതാണ്. അപ്പൊ അങ്ങോട്ട് ഒരു കാറ് വരുന്നു.
അതിൽ നിന്നൊരു പെൺകുട്ടി ഇറങ്ങുന്നു. അവളെ വായി നോക്കി പോലീസ് നിൽക്കുന്നു. ഇവളാണ് റെബേക്ക, ജോർജിന്റെ മകളാണ്. റെബേക്കയുടെ കൂടെ ജോർജിന്റെ വക്കീലും ഉണ്ട്. എന്നിട്ട് ജോർജിന്റെ ലോയറും ഹാമും മാറിപ്പോയി സംസാരിക്കുന്നു. ജോർജിന്റെ ക്യാബിനിൽ നിന്ന് അവന്റെ വിൽപ്പത്രം കിട്ടി. അതിലെ നമ്പർ വെച്ചാണ് ഇവളെ വിളിച്ചത്. ലോയറും ഇത് ഞാൻ വൈകിട്ട് ലോഡ്ജിൽ വെച്ച് വായിക്കും. ഇത് വായിക്കുന്ന സമയത്ത് ഇതിൽ പറയുന്ന ആൾക്കാരൊക്കെ അവിടെ വേണമെന്ന് പറയുന്നു. അങ്ങനെ നേരത്തെ ജോർജ് പറഞ്ഞ ക്യാരക്ടേഴ്സാണ് അതിലുള്ളത്. എന്നിട്ട് ലോയറും ഞാൻ പറഞ്ഞില്ലേ റെബേക്ക അമേരിക്കയിലാണ് ഉണ്ടായിരുന്നതെന്ന്, എന്നാൽ ജോർജ് മരിക്കുന്നെന്ന് അവൾ ഇവിടെ ഉണ്ടായിരുന്നു. അതുപോലും മനസ്സിലായില്ല, നീക്ക് എന്ത് പോലീസാണെന്ന് പറഞ്ഞിട്ട് അവൾ കടന്നു പോകുന്നു. ഇത് അവിടെ ഉണ്ട് നാടുകളും കേൾക്കുന്നു. അവരും അങ്ങനെ വിൽപ്പത്രം വായിക്കുന്ന കേൾക്കണമെന്ന് പറഞ്ഞിട്ട് ആ ലോഡ്ജിലോട്ടും പോകുന്നു. സെബാസ്റ്റ്യനും ഞാനിവിടെ പൂക്കളൊക്കെ കഴിക്കാൻ വരാറുണ്ട്, എന്നാൽ അതുകൊണ്ടൊന്നും വലിയ കാര്യമില്ലെന്ന് അവനും പറയുന്നു. ലിലിയും ഞങ്ങൾ കേട്ട കഥയിലെല്ലാം ഒരു വിൽപ്പത്രം ഉണ്ടായിരുന്നു, അതിൽ ആ കൊലയുമായിട്ട് വലിയൊരു പങ്കും വഹിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് മോപ്പിളിൻ്റെ അടുത്തും ഞങ്ങൾ ഇവിടെ നോക്കാം, നീ വേറെ വല്ല കണ്ണടി ഉണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞിട്ട് അവനെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. ഇവിടെ റിപ്പോർട്ടറും റേബേക്ക എടുത്ത് നിങ്ങളുടെ അച്ഛനെ കുറിച്ച് വല്ല ഓർമ്മകളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചതും അവളും ഞാൻ ജനിച്ച ഉടനെ അമ്മ മരിച്ചു, അദ്ദേഹത്തിന്റെ കയ്യിലാണെങ്കിൽ പൈസയൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ അഡോപ്ഷൻ കൊടുത്തു ഈ ഇവിടുത്തെ ചർച്ചിൽ. അങ്ങനെ പോലീസ് റെബേക്കയുടെ അടുത്ത് ജോർജ് മരിച്ചെന്ന് നിങ്ങൾ ഇവിടെ നാട്ടിലില്ലായിരുന്നു എന്ന് ചോദിച്ചതും ഞാൻ നാട്ടിലുണ്ടായിരുന്നു, എന്നാൽ ഡെൻബ്രോക്കിലോട്ട് ഞാൻ ആദ്യമായിട്ടാണെന്ന് പറയുന്നു. എനിക്ക് ഒരു ചോദ്യം കൂടി ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞ് പോലീസും നിനക്കിപ്പോൾ റിലേഷൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുന്നു. എന്താ എല്ലാവരും ഇങ്ങനെ നോക്കുന്നേ? ഈ ഒരു സാഹചര്യത്തിൽ ഏതൊരു പോലീസും ചോദിക്കുന്ന ചോദ്യം ഞാനും ചോദിച്ചോളൂ. ഉണ്ടായിരുന്ന ബ്രേക്കപ്പ് ആയെന്ന് അവളും പറയുന്നു. അങ്ങനെ റിപ്പോർട്ടറും അവളടുത്ത് ഓരോന്നൊക്കെ ചോദിച്ചിരിക്കുന്നു. ഇവിടെ മോപ്പിളും കറങ്ങി തിരിഞ്ഞ് വിൻഡോയിലൊന്നും ഉണ്ടോ നോക്കിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയിൽ ഒരു ക്യാരറ്റ് കണ്ട് തലി അതിൻ്റെ അടി കൊടുക്കുന്നു. ഇവിടെ ഇവരും നീ ശ്രദ്ധിച്ചോ, അവളുടെ മുഖത്തൊരു സന്തോഷമുണ്ട്, എന്നാൽ കണ്ണുകളിൽ എന്തോ ഒരു പേടി കാണാൻ പറ്റുന്നുണ്ട്. എനിക്കൊരു ട്വിൻ ബ്രദർ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്, അവൻ സൗത്ത് ആഫ്രിക്കയിലാണെന്നും പറയുന്നു. അങ്ങനെ റിപ്പോർട്ടർ മാറി മാറി ഓരോരോ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവരും അങ്ങോട്ട് വന്ന് അതൊക്കെ പോട്ടെ, നീ ആരാൻ ചോദിച്ചതും ഞാനൊരു റിപ്പോർട്ടറാണെന്ന് അവനും പറയുന്നു. നീ ആരായാലും എനിക്കൊരു കുഴപ്പമില്ല, ഇവിടെ നിറങ്ങി പോകുന്ന ലോയറും പറയുന്നു. ഇവിടെ മേപ്പിളിൻ്റെ അടുത്ത ആശയിലും ഒരു പച്ച പെയിൻ്റുള്ള തുണിയുണ്ട്. ഇവിടെ ലോയറും ജോർജിന്റെ രണ്ടാമത്തെ മകനെ വിളിക്കുന്നു. അവൻ സൗത്ത് ആഫ്രിക്കയിലാണുള്ളത്, അതുകൊണ്ട് ഈ മീറ്റിംഗിൽ പങ്കെടുക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്നു. ജോർജ് എനിക്ക് അവൻ്റെ വിൽപ്പത്രം 2 മാസം മുമ്പ് അയച്ചു തന്നായിരുന്നു, എന്നാൽ ഞാൻ ഇന്ന് അതല്ലേ ഇവിടെ വായിക്കാൻ പോകുന്നത്. അവൻ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് എഴുതിയ വിൽപ്പത്രമാണ്. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതെൻ്റെ അവസാനത്തെ വിൽപ്പത്രമാണ്. നിങ്ങൾ കുറച്ചുപേരുമായി എനിക്ക് ബന്ധമുണ്ട്, അതുകൊണ്ടാണ് നിങ്ങളെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. ഇതിൽ കുറച്ചുപേര് എന്നോട് തെറ്റ് ചെയ്തിട്ടുണ്ട്, ഇതിൽ കുറച്ചുപേരോട് ഞാനും തെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഇടയിൽ തന്നെ ഇപ്പോൾ ഒരു മണ്ടനും ഒരു ബാഡ് ഷെപ്പേർഡും ഒരു വിന്റർ ലാമ്പും ഒരു സ്പ്രിംഗ് ലാമ്പും ബാധിക്കപ്പെട്ട ഒരാളും പിന്നെ 2 കൊലപാതകങ്ങളും ഉണ്ട്. പിന്നെ വിൽപ്പത്രത്തിലുള്ള എന്താണെന്ന് വെച്ചാൽ ഈ മറ്റേ ഷെപ്പേർഡിന് 300 ഏക്കർ ലീസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് സൗത്ത് ആഫ്രിക്കയിലുള്ള തന്റെ മകനാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ജോർജ് നോക്കിക്കൊണ്ടിരുന്ന 300 ഏക്കറും അവന്റെ കാരവാനും അവൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആടുകളും റെബേക്കയ്ക്കാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ പഴയ വിൽപ്പത്രം അനുസരിച്ച് അവന്റെ ബാക്കി സ്വത്തുക്കളെല്ലാം ഒരു അനിമൽ ഷെൽട്ടർ പ്രൊട്ടക്ഷനാണ് പോകുന്നത്. എന്നാൽ പുതിയ വില്ലനുസരിച്ച് അതും കൊടുക്കുന്നത് റെബേക്കയ്ക്ക് തന്നെയാണ്. അവന്റെ കയ്യിലൊക്കെ അതിന് ബാക്കി എന്ത് സ്വത്തുണ്ടാവാനാണെന്ന് ബാക്കിയുള്ളവർ ചോദിച്ചതും അവന്റെ കയ്യിൽ കുറച്ച് ഫെർട്ടിലൈസേഴ്സും പിന്നെ $30 മില്യൺ ഉണ്ടായിരുന്നു. 30 മില്യൺ എന്ന് പറയുമ്പം ഏകദേശം ഒരു 300 കോടി വരും ഇന്ത്യൻ റുപ്പി കണക്കാക്കുകയാണെങ്കിൽ. $30 മില്യൺ ജോർജിന്റെ കയ്യിൽ എവിടെ നിന്ന് കിട്ടാനാണെന്ന് ചോദിച്ചതും അദ്ദേഹം 3 വർഷം മുമ്പ് ഒരു മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു ആനിമലിൽ കാണപ്പെടുന്ന ഒരു രോഗത്തിന് വേണ്ടി. അതൊരു കമ്പനി പേറ്റന്റ് വിറ്റതിനാണ് അവന് 30 മില്യൺ കിട്ടിയത്. ലില്ലിയും ആ 30 മില്യൺ തന്നെയായിരിക്കും ഈ കൊലയുടെ മോട്ടീവ് എന്ന് പറയുന്നു. ഇവിടെ മോപ്പിളും തല അതിൻ്റെ അകത്തുനിന്ന് ഊരുന്ന പേര് അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം ഇടിച്ചിട്ട് അതിൻ്റെ അകത്തും കയറി അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം ഇടിച്ച് മറിച്ചിട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു ബുക്ക് ഷെൽഫ് വന്നിടിച്ചതും അതിൻ്റെ അകത്തുനിന്ന് ബെത്തെന്ന് എടുത്തു വെച്ച ലെറ്ററും ആ പോലീസും കാണുന്നു. ഇവിടെ ഈ മറ്റേ ഷെപ്പേർഡും അവന് ബിസ്ക്കറ്റൊക്കെ കൊടുത്ത് പുറത്തു കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു. ഇവറ്റകളെ നോക്കാനൊന്നും ആരുമില്ലെങ്കിൽ ഇങ്ങനെ ഊര് തന്നെ നടക്കും, പ്രത്യേകിച്ച് ആ കറുത്ത ആട്, അത് ജോർജിന് ഒരു കാർണിവലിൽ നിന്ന് കിട്ടിയതാ, ആളൊരു ഫീഗറിനാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വൈകിട്ടായതും പോലീസ് തന്നെ നടന്നു നോക്കൊണ്ടിരുന്നപ്പോൾ ഈ റിപ്പോർട്ടർ വന്ന് ജോർജിന്റെ കേസ് എന്തായെന്നൊക്കെ ചോദിക്കുന്നു. എന്നാൽ പോലീസ് അതൊന്നും വലുതായിട്ട് പറയുന്നില്ല. അത് കാരണം റിപ്പോർട്ടറും ഇവിടെ നോക്ക്, എനിക്ക് നല്ലൊരു സ്റ്റോറി വേണം, നിനക്ക് ഈ കൊലപാതകം തെളിയിക്കണം, ഈ കേസ് തെളിച്ച് നിന്നെ എല്ലാവരും ഒരു ഹീറോ ആയിട്ട് കാണും എന്നൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് 2 പേർ കൂടെ കേസ് തെളിയിക്കാന്നും പറയുന്നു. എന്നിട്ട് അവന്റെ കാർ ചീത്തയായതിൻ്റെ അന്ന് ജോർജിന്റെ കാരവാനിൽ ഒരു ലൈറ്റ് കണ്ടെന്നും പറയുന്നു. ഇവിടെ ലില്ലിയും നടന്ന കാര്യങ്ങളൊക്കെ ബാക്കി ആളുകളടുത്തൊക്കെ പറയുന്നു. ഇവരും ഈ കേസ് എന്താ നീ ഇപ്പോഴും സോൾവ് ചെയ്യാത്തത്, കഥകളുടെ കേസല്ല നീ പെട്ടെന്ന് കണ്ടുപിടിച്ചോണ്ടിരുന്നതല്ലേ എന്നൊക്കെ ചോദിച്ചതും കഥകളെ പോലെയല്ല യഥാർത്ഥ ജീവിതം ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതും അവക്കും ആ ബുക്കിന്റെ ഓർമ്മ വരുന്നു. അങ്ങനെ ജോർജിന്റെ കാരവാനിൽ കയറി ആ ബുക്കും എടുക്കണമെന്ന് പറയുന്നു. അങ്ങനെ ഇവരും അതൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നതും അവിടെ ലൈറ്റ് കാണുന്നു. നോക്കിയ റെബേക്ക എന്തോ തേടിക്കൊണ്ടിരിക്കുന്നത്. അവളും അങ്ങനെ അവിടെ ചെന്നിരുന്നതും ആ വിന്റർ ലാമ്പും അവളുടെ അടുത്തേക്ക് വരുന്നു. അതാണ് ജോർജിന്റെ മകളെന്നറിഞ്ഞതും ക്ലൗഡും അവൾക്ക് ജോർജിന്റെ സ്മെല്ലൊക്കെ തന്നെയാണ്, എന്നാൽ ജോർജിനെ പോലെയൊന്നും അല്ല കാണാൻ, അവൾ വിന്റർ ലാമ്പ് ജനിച്ചെന്ന് തോന്നുന്നു, അതാ ജോർജ് അവളെ അടുപ്പിക്കായിരുന്നത്. അപ്പോൾ ബാക്കി ആളുകളും അവൾ വിന്റർ ലാമ്പാണെങ്കിൽ അവളെ തന്നെ ആയിരിക്കും കൊന്നതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് കേട്ട് സെബാസ്റ്റ്യനും അവിടെ നിന്ന് പോകുന്നു.
മോപ്പിളും ലില്ലിയുടെ അടുത്ത് നീ ബുക്കിനെ കുറിച്ചൊക്കെ എന്തോ പറഞ്ഞുകൊണ്ടിരുന്നില്ലേ, അതെന്താണെന്ന് ചോദിച്ചതും ജോർജ് നമുക്ക് അവസാനമായിട്ട് വായിച്ച് കേൾപ്പിച്ചു തന്നത് കുറ്റവാളികളിലേക്ക് എങ്ങനെ എത്താമെന്ന് പറഞ്ഞൊരു ബുക്കാണ്. അതെങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചാൽ പോലീസുകാരൻ്റെ കൊണ്ടു കൊടുക്കണം, നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ അയാളത് വായിച്ച് എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കി കണ്ടുപിടിക്കും. അങ്ങനെ അതെടുക്കാൻ പോയത് മൂളായി വന്ന് ഞാൻ കണ്ടുപിടിക്കാന്ന് പറഞ്ഞ അതിൻ്റെ അകത്ത് കയറി അവിടെയുള്ള സാധനങ്ങൾ മൊത്തം ഇടിച്ചിട്ട് അവസാനം ആ ബുക്കും കണ്ടുപിടിച്ചുകൊണ്ട് വരുന്നു. അവരും അങ്ങനെ അത് കൊണ്ടുപോയി ആ പോലീസുകാരൻ്റെ കയ്യിലും കൊടുക്കുന്നു. ലില്ലിയും സെബാസ്റ്റ്യൻ്റെ അടുത്ത് വന്ന് എന്നിട്ട് അവളും ഓരോന്ന് പറഞ്ഞ് ഈ കാർണിവൽ എന്താണെന്ന് ചോദിക്കുന്നു. സെബാസ്റ്റ്യനും കാർണിവൽ എന്ന് വെച്ചാൽ പാട്ടാണ്, പാട്ടും ഗെയിമുമായിട്ടൊക്കെ ഒരുപാടുണ്ട്. എന്നും എന്നെ കൊഞ്ചിക്കാനും ആഹാരം തരാനൊക്കെ പിള്ളേരൊക്കെ അവിടെ വരും. എന്ത് രസമായിരുന്നെന്നോ ഞാൻ വളരുന്നത് വരെ. ഞാൻ വളർന്നതിന് ശേഷം രാത്രിയായി കഴിഞ്ഞാൽ കാർണിവലിലുള്ളവർ എന്നെ ഒരു വട്ടത്തിലേക്ക് കൊണ്ടുപോകും. പിന്നെ ആ വട്ടത്തിലേക്ക് ഒരു നായ വരും, എന്നിട്ട് എന്നെ കൊണ്ട് അതിനെ ഫൈറ്റ് ചെയ്യിപ്പിക്കും, എൻ്റെ ചോര പൊടിയുന്നത് വരെ. അങ്ങനെ ഒരു രാത്രി ജോർജ് അവിടെ വന്നു, അവർക്ക് പണം കൊടുത്ത് എന്നെ അവിടെ രക്ഷിച്ചു. ഈ കാർണിവൽ എന്ന് പറയുന്നത് അതിനെയാണ്. നീ എന്തിനാ നിന്റെ കൂട്ടിൽ നിന്ന് വിട്ടുമാറിയത്? ലില്ലി എന്ന ഗ്രേറ്റ് ഷീപ്പ് ഡിറ്റക്റ്റീവ് അതും കണ്ടുപിടിച്ച് കാണുമെന്നാണ് ഞാൻ കരുതിയത്. അപ്പോൾ നീ ഒരു വിൻ്റർ ലാമ്പാണോ? ഒരു വിൻ്റർ ലാമ്പ് എല്ലാം ഉപേക്ഷിച്ചേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് സെബാസ്റ്റ്യൻ അവിടെ നിന്ന് പോകുന്നു. ഇവിടെ ഹാമും ആ ബുക്കൊക്കെ വായിച്ച് എന്തോ ചെയ്യണമെന്നില്ല അറിയാതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ലില്ലി മോപ്പിളാണെങ്കിൽ അവനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ റിപ്പോർട്ടർ അവന് വന്ന് എന്ത് പറ്റിയെന്ന് ചോദിച്ചതും അവനും എനിക്ക് കേസിനെ കുറിച്ച് എന്തെങ്കിലും തുമ്പ് കിട്ടുമ്പോഴൊക്കെ ഈ ആടുകളും അവിടെയുണ്ട്. എന്താടാ പറയുന്നത്? കേസ് തെളിക്കാതെ എല്ലാം അടിച്ചു പോയോ നിന്റെ? എനിക്കൊരു ക്ലൂ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ആ ബുക്ക് വായിച്ചതിൻ്റെ ഹാങ് ഓവറിൽ ഇവർ 5 പേരുമാണ് നമ്മൾ സംശയിക്കേണ്ടത്, എന്നാൽ റെബേക്കയാണ് ഏറ്റവും കൂടുതൽ സംശയിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നു. അത് കേട്ട റിപ്പോർട്ടർ ഇംപ്രസ് ആവുന്നു. അതൊക്കെ ഈ ആടുകളും കണ്ട് അവൻ ആ ബുക്ക് വായിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നു. എന്നിട്ട് ആ വില്ലിലുണ്ടായിരുന്ന ഓരോരുത്തരായും പോയി തെളിവെടുത്തുകൊണ്ട് ഇരിക്കുന്നു. അങ്ങനെ റെബേക്ക എടുത്ത് വന്ന് ജോർജ് മരിച്ച ആ സമയത്ത് നീ എവിടെയായിരുന്നെന്ന് ചോദിച്ചതും എയർപോർട്ടിൻ്റെ അടുത്തൊരു ഹോട്ടലിൽ TV കണ്ടിരിക്കുകയായിരുന്നെന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നു. ആ സമയത്ത് പോലീസ് അവളെ പിടിച്ച് നിർത്തി അവളുടെ പേര് മാറ്റിയായിരുന്നു, അതിനെക്കുറിച്ചും ചോദിക്കുന്നു. പിന്നെ നിനക്ക് ഫോർജറി കേസിലെല്ലാം ക്രിമിനൽ ആയിട്ടുള്ള ഒരുത്തനും ബന്ധമില്ലായിരുന്നു എന്ന് ചോദിച്ചതും തെറ്റായിട്ടുള്ള റിലേഷനിൽ ചെന്ന് പെടാത്ത ആരെങ്കിലും ഉണ്ടോ? അതൊക്കെ 3 വർഷം മുമ്പാണ്, ഇപ്പം ഞാനും അവനായിട്ടൊരു ബന്ധമില്ലെന്നൊക്കെ പറയുന്നു. പിന്നെ ആ വിഷക്കാവുള്ള മരത്തിൻ്റെ അടുത്ത് പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചതും അതിനും അവളില്ല എന്ന് പറയുന്നു. പിന്നെ ജോർജിൻ്റെ ഫാമിലോട്ട് എപ്പോഴെങ്കിലും പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, ഇതുവരെ പോയിട്ടില്ല എന്ന് പറയുന്നു. ഇവിടെ ലില്ലിയും വന്ന് ഓരോരുത്തരുടെ മൊഴിയൊക്കെ എടുത്ത് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ അവൾക്കൊന്നും കിട്ടുന്നേയില്ല. ബാക്കിയുള്ളവരും അത് റെബേക്ക തന്നെയായിരിക്കും ചെയ്തതെന്ന് പറഞ്ഞതും ഈ വിൻ്റർ ലാമ്പ് അവിടെ വന്ന് ഇല്ല, അവളൊരു പാവമാണ്, അവൾക്ക് ജോർജിന്റെ അതേ സ്മെല്ലായിരുന്നു, അവൾ എന്നെ ഇഷ്ടപ്പെട്ടു. ബാക്കിയുള്ളവരും നിന്നെ ആർക്കും ഇഷ്ടമല്ല, നീ ഒരു വിൻ്റർ ലാമ്പാണ്, മറ്റൊരു വിൻ്റർ ലാമ്പിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞതും ലില്ലിയും നിനക്ക് അവൾക്ക് ഒരേ സ്മെല്ലാണെന്ന് നീ പറഞ്ഞില്ലേ, അത് ഇതിനു മുമ്പ് ഒരാൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അതും ഇതിനെക്കുറിച്ചൊന്നും അറിയാത്ത ഒരാൾ എന്ന് പറഞ്ഞ് ക്ലൗഡിനെ പറയുന്നു. എല്ലാവരും അപ്പോൾ ക്ലൗഡാ കൊന്നെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ക്ലൗഡല്ല കൊന്നത്, എന്നാൽ നീ നമ്മളിൽ നിന്ന് എന്തോ ഒളിക്കുന്നുണ്ട്. റെബേക്ക ഇന്നലെ വന്ന സമയത്ത് നീ പറഞ്ഞു അവൾക്കും ജോർജിന്റെ അതേ സ്മെല്ലാണെന്ന്, എന്നാൽ അവൾ ഒരുപാട് ദൂരെയായിരുന്നു, നിനക്ക് അത്രയും ദൂരം നിന്ന് എന്തായാലും സ്മെല്ല് കിട്ടത്തില്ല, അതിനർത്ഥം ഇതിനുമുമ്പ് റെബേക്ക ഇവിടെ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ക്ലൗഡിന് ചോദ്യം ചെയ്തുകൊണ്ടിരുന്നതും അവനെ വിളിച്ചുകൊണ്ട് പോകുന്നു. നോക്കിയ റെബേക്കയുടെ വള അവിടെ കിടപ്പുണ്ട്, അത് വേറെ ആരും കാണാതിരിക്കാൻ വേണ്ടിയാണ് ക്ലൗഡ് ഇതൊന്നും പറയായിരുന്നത്. അങ്ങനെ ക്ലൗഡും അന്ന് ജോർജ് മരിച്ച അന്ന് രാത്രി അവളിവിടെ വന്നായിരുന്നു, എന്നിട്ട് എന്നെ തടവുന്ന സമയത്താണ് ഇത് താഴെ വീണത്, ഇതാരും കാണാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അവൾ വന്നെന്നും പറയാത്തെന്നും പറയുന്നു. അങ്ങനെ ഇതൊക്കെ കണ്ട് ലില്ലിയും പറയുന്നു റെബേക്ക തന്നെയാണ് കൊലയാളിയെന്ന്. സെബാസ്റ്റ്യൻ അവിടെ വന്ന് അവളല്ല എന്ന് പറഞ്ഞതും ലില്ലിയും അതെ അവൾ തന്നെയാണ്, അവൾ പോലീസിനോട് ഇവിടെ ഇതുവരെ വന്നിട്ടില്ലെന്നാണ് പറഞ്ഞത്, എന്നാൽ ഇന്നലെയും ജോർജ് കൊല്ലപ്പെട്ടെന്ന് അവളിവിടെ വന്നു, അവളൊരു കള്ളിയാ, അവളൊരു വിൻ്റർ ലാമ്പാ, അവൾ തന്നെ കൊലയാളി. അവൾ എന്താണെന്ന് അവൾ വന്നിറങ്ങിയപ്പോൾ തൊട്ട് നിങ്ങൾക്ക് ആർക്കും അവളെ ഇഷ്ടമല്ല, അതും അവൾ വിൻ്ററിലാണ് ജനിച്ചെന്നുള്ള ഒറ്റ കാരണമുണ്ട്, അതാണല്ലോ ഇവിടുത്തെ ഏറ്റവും വലിയ കുറ്റകൃത്യം. അവളല്ല ഈ കുറ്റം ചെയ്തത്, അത് നിനക്കെങ്ങനെ അറിയാം? കാരണം അവളുടെ കണ്ണുകൾ ഞാൻ കണ്ടു, അത് എനിക്കറിയാൻ പറ്റും, നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവനവിടെ പോകുന്നു. മൂപ്പിള വന്ന് ഈ വട്ടത്തിലുള്ള സാധനം എന്തു ചെയ്യണമെന്ന് ചോദിച്ചതും ഇവരും ഇവിടെ വന്ന് ആ പോലീസിന്റെ തൊപ്പി എടുത്തോണ്ട് ഓടുന്നു. എന്നിട്ടത് ആ വളയുടെ മണ്ടയിലും കൊണ്ടുവയ്ക്കുന്നു. അവനും അതെടുത്ത് ആ ആടുകൾക്കും താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് റെബേക്കയുടെ അടുത്തോട്ട് പോകുന്നു. ആളടുത്തും പോയി ഇതെനിക്ക് ജോർജിന്റെ ഫീൽഡിൽ നിന്നാണ് കിട്ടിയത്, നീ ഇതുവരെ പോയിട്ടില്ലെന്ന് പറഞ്ഞ അതേ ജോർജിന്റെ ഫീൽഡിൽ നിന്ന്. എന്നിട്ട് ഈ റൂം സെർച്ച് ചെയ്യണമെന്ന് പറഞ്ഞ് റൂം നോക്കിക്കൊണ്ടിരുന്നതും അവളുടെ ഷൂസിന്റെ അടിയിൽ നിന്ന് ആ വിഷക്കായും കിട്ടുന്നു. അത് കണ്ട് അവളാണ് കൊന്നതെന്ന് പറഞ്ഞ് അവളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. അവളും ഒരുപാട് പറഞ്ഞു നോക്കുന്നു ഞാനല്ല ആ അച്ഛനെ കൊന്നതെന്നൊക്കെ. എന്നിട്ട് അവളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ചോദ്യം ചെയ്യുന്നു. ജോർജിന്റെ സ്ഥലത്ത് അവൻ കൊല്ലപ്പെട്ടെന്ന് പോയെന്ന് ചോദിച്ചതും ജോർജ് കത്തെഴുതുന്ന കാര്യം ആദ്യത്തെ വിൽപത്രവും ഒക്കെ അയച്ചു കൊടുത്തെന്നൊക്കെ പറയുന്നു. ജോർജ് അവളെ കാണണമെന്ന് പറഞ്ഞായിരുന്നു, അതുകൊണ്ടാണ് അവിടെ പോയത്. ഞങ്ങൾ ഒരുപാട് നേരം സംസാരിച്ചിരുന്നു ആളുകളെ കുറിച്ചെല്ലാം. ഞാൻ മണ്ടിയൊന്നുമല്ല, ഞാൻ വന്നതെന്ന് തന്നെ അച്ഛൻ മരിച്ചു, പിന്നെ പുതിയ വിൽപത്രം, ഇത്രയും പൈസ, പിന്നെ എന്റെ പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ എല്ലാം കൂടെ ആയപ്പം എനിക്ക് കള്ളം പറയുന്നതല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. എന്നാൽ അവനതൊന്നും വിശ്വസിക്കുന്നേയില്ല. അവളെ പിടിച്ച് ജയിലിലാക്കിയിട്ട് നാളെ തന്നെ ഇവിടെ ജോർജിന്റെ കൊലപാതകത്തിന് വേണ്ടി കോർട്ടിൽ കൊണ്ടുപോകുന്നു പറയുന്നു.
അപ്പൊ ഈ വക്കീലും വന്ന് അവള് തന്നെയായിരുന്നല്ലേ കൊന്നത്, ജോർജിന്റെ സ്ഥലവും ആടുകളെയെല്ലാം മറ്റേ ഷെപ്പേഡിന് വെക്കാൻ ജോർജിന്റെ മകൻ സമ്മതിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. ലില്ലി അങ്ങനെ റെബേക്കയെ നോക്കിയിട്ട് അവളും തിരിച്ച് ഫാമിലോട്ട് വരുന്നു. അവിടെ എത്തിയതും മോപ്പിളും നീ എന്താ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നതെന്ന് ചോദിച്ചതും അവളും ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞ് റെബേക്ക തന്നെയായിരിക്കും കൊന്നതെന്നൊക്കെ പറഞ്ഞ് അവൾക്ക് എന്നെ ഒരു ക്ലാരിറ്റി ഇല്ലാതെ നിൽക്കുന്നു. മോപ്പിളും വന്ന് അവള് തന്നെയായിരിക്കും കൊന്നത്, കാരണം നീ പറഞ്ഞില്ലേ എനിക്ക് നിന്നെ വിശ്വാസമുണ്ട് എന്നൊക്കെ പറഞ്ഞ് അപ്പുറത്തെ ഫാമിലോട്ടും പോകാന്ന് പറയുന്നു. ആദ്യം ലില്ലിന്ന് മടിക്കുന്നെങ്കിലും പിന്നെ സംബന്ധിച്ച് രണ്ടുപേരും അങ്ങോട്ട് പോകുന്നു. അവരങ്ങനെ ഫാമിലോട്ട് വരുന്നു. അവിടെയാണെങ്കിൽ മൊത്തത്തിൽ ഒരു മൂകത പിടിച്ച അന്തരീക്ഷം. അങ്ങനെ കുറെ ആടുകൾ അവിടെയുണ്ട്. അവരാണെങ്കിൽ ഒരുപാട് പേടിച്ചു ഇരിക്കുകയാണ്. അവർ വന്ന് ഇവരുടെ അടുത്ത് ഓടാൻ പറയുന്നു. ബാക്കിൽ നിന്നാണെങ്കിൽ പട്ടികൾ കുരയ്ക്കുന്ന സൗണ്ടും കേൾക്കുന്നുണ്ട്. അങ്ങനെ ഇവർ നടന്നു ഒരു റൂം എത്തുന്നു. നോക്കിയാ മറ്റേ ആടിനെ വളർത്തുന്ന ആളും ആ ഇറച്ചി വെട്ടുന്ന ആളും ചെയ്യുന്ന ആടുകളെ കൊന്നു വിറ്റുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇവരും ഒരുപാട് പേടിക്കുന്നു. ആ സമയത്ത് രണ്ട് പട്ടികളും അങ്ങോട്ട് വരുന്നു. അങ്ങനെ ഇവനും അതിനെ കണ്ട് പേടിച്ചോടാൻ തുടങ്ങുന്നു. ഒരു ഘട്ടത്തിൽ ലില്ലി കുടുങ്ങുന്ന പോലെ വന്നതും സെബാസ്റ്റ്യനെ വന്ന് രക്ഷിക്കുന്നു. അങ്ങനെ സെബാസ്റ്റ്യനെ രണ്ട് പട്ടികളുടെ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. ആദ്യമൊക്കെ നന്നായിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. എന്നാൽ ഒരു ഘട്ടത്തിൽ സെബാസ്റ്റ്യനെ കൊണ്ട് പറ്റുന്നില്ല, ഒരുപാട് പരിക്കേൽക്കുന്നു. അങ്ങനെ അവസാനം സെബാസ്റ്റ്യനെ പേടിച്ച പട്ടികൾ ഓടിപ്പോയെങ്കിലും സെബാസ്റ്റ്യനെ പറ്റിയ മുറിവുകൾ കാരണം അവനും മരണപ്പെടുന്നു. മോപ്പിളും അവൻ മരിക്കാമെന്ന് പറഞ്ഞതും ഇല്ല, ആടുകൾ മരിക്കാറില്ല, മേഘങ്ങളെ മാറത്തല്ലേ ഉള്ളെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വിഷമിക്കുന്നു. എന്നിട്ട് കെയിലം അങ്ങോട്ട് വരുന്നുണ്ടതും ഇവരും ഓടിപ്പോയി ഇവരുടെ ആടുകളുടെ അടുത്തൊക്കെ അവളെ ഫോളോ ചെയ്ത് വരാൻ പറഞ്ഞ് ഓടി ആ റോഡും ക്രോസ് ചെയ്ത് പോകുന്നു. എന്നാൽ ബാക്കി ആടുകളൊക്കെ അത് ആദ്യമായിട്ട് കാണുന്നുണ്ട് ഒരുപാട് പേടിച്ചിരിക്കുന്നു. ലില്ലി അവരുടെ അടുത്ത് പറഞ്ഞു നോക്കുന്നു, നമുക്ക് ഇവിടെ നിന്ന് പോകണം, കെയിലം ആടുകളെ ഭക്ഷണമാക്കുന്ന ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല സെബാസ്റ്റ്യൻ മരിച്ചു, ആടുകൾ മരിക്കാറില്ല, മേഘങ്ങളെ മാറുമെന്നല്ലേ നീ പറഞ്ഞത്? അങ്ങനെയല്ല, എനിക്ക് തെറ്റുപറ്റിയതാണ്, ആടുകൾ മരിക്കും എന്നവരൊന്നും അത് കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. ഇതൊക്കെ ഒരുപാട് പേടിപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. പേടിപ്പെടുത്തുന്ന കാര്യങ്ങൾ ഞാൻ ഓർക്കത്തില്ലെന്ന് പറഞ്ഞ് എല്ലാവരും 1 2 3 എണ്ണി അത് മറന്നു പോകുന്നു. എന്തിനാ ഇവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞ് തിരിച്ച് അവരുടെ സ്ഥലത്തോട്ടും പോകുന്നു. ഇപ്പോഴാണ് ലില്ലിക്ക് മനസ്സിലാവുന്നത് സെബാസ്റ്റ്യൻ പറഞ്ഞൊക്കെ ശരിയാണെന്നും ആടുകൾ ഇതേപോലെ മരിക്കുന്നത് അവൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടെന്നുള്ളതും ഒരുപാട് വട്ടം മറന്നിട്ടുണ്ടെന്നുള്ളതും. മോപ്പിളൊന്നും മറക്കാറില്ലല്ലോ. അത് തന്നെ ലില്ലിയും നിനക്കിതൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ടല്ലേ, നീ എങ്ങനെ ഇതെല്ലാം സഹിച്ചെന്ന് ചോദിച്ചതും എനിക്ക് ഈ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ട്, എന്നാൽ അതുപോലെ തന്നെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളും ഓർമ്മയുണ്ട്. നീയും ഇത് മറക്കാൻ പാടില്ല. നീ ഇത് മറന്നാൽ സെബാസ്റ്റ്യൻ മരിച്ചത് വെറുതെ ആവും. നാളെ അവൻ വരുമ്പോ നീയും അവന്റെ പിറകെ പോകും, അങ്ങനെ എല്ലാവരും മരിക്കും. അങ്ങനെ ലില്ലിയും ജോർജിന്റെ ക്യാരവാനിന്റെ അടുത്ത് നിന്ന് ഇപ്പൊ നടന്നെല്ലാം മറക്കാൻ ആലോചിക്കുന്നു. എന്നാൽ ആ സമയത്ത് ജോർജ് അവളുടെ ഫ്രണ്ട് വരുന്ന പോലെ അവൾക്ക് തോന്നുന്നു. ജോർജും നീ എന്നെ മറക്കാത്തതുകൊണ്ടാണ് ഞാനിപ്പോ നിന്റെ ഫ്രണ്ട് ഉള്ളത്, അതുപോലെ തന്നെയാണ് ബാക്കിയുള്ള ഓർമ്മകളും. ഒരിക്കൽ നമുക്ക് വിഷമമുണ്ടാക്കുന്നതായാലും ഒരു സമയം കഴിയുമ്പോൾ അതെല്ലാം നല്ല ഓർമ്മകളായിട്ട് മാറും. ആ ഷെപ്പേഡിന് എന്റെ ആടുകളെ ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം അവരെ സംരക്ഷിക്കാൻ നീയുണ്ട്. യഥാർത്ഥ കൊലയിലെ ആരാണെന്ന് കണ്ടുപിടിക്കുക, റബേക്ക നിങ്ങൾ എല്ലാവരും സ്വീകരിക്കും. അങ്ങനെ ജോർജും ഓരോന്ന് പറയുന്നു. ലില്ലിയും ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ലില്ലിയും യഥാർത്ഥ കൊലയിലെ ആരാണെന്ന് ഒരുപാട് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ജോർജിന്റെ കയ്യിലുള്ള പെയിന്റിനെ ഒക്കെ ഓർമ്മ വരുന്നു. അത് കണ്ട് അവർക്ക് ആരാണ് കൊന്നതെന്ന് മനസ്സിലാവുന്നു. അങ്ങനെ അവളും യഥാർത്ഥ കൊലയിലെ ആരാണെന്ന് എനിക്ക് മനസ്സിലായി, അതെങ്ങനെയെങ്കിലും ആ പോലീസുകാരനെ തെളിയിക്കണം, അതിനൊരു വഴിയുണ്ട്, എന്നാൽ അതിനെ എന്നെ കൊണ്ട് പറ്റത്തില്ല, എന്റെ കാലുകൾ വലുതാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നതും ആ വിൻഡർ ലാമ്പ് അങ്ങോട്ടും സഹായിക്കാന്ന് പറയുന്നു. അവളും അങ്ങനെ 2 പെയിന്റ് എടുത്ത് വെച്ച് ഒന്നില് നീലയും മുക്കുന്നു, ഒന്നില് മഞ്ഞയും മുക്കുന്നു. അങ്ങനെ അവരും പോലീസ് സ്റ്റേഷനിൽ വന്ന് ലില്ലിയും ഓരോരോ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തോണ്ടിരിക്കുന്നു. ഇവളും അതൊക്കെ ചെയ്തോണ്ടിരിക്കുന്നു. ഇതൊക്കെയാണെങ്കിൽ എന്താണ് നടക്കുന്നതെന്ന് ഇവരെ അറിയാതെ റബേക്കയെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇവരും തിരിച്ചെത്തുന്നു. എന്നിട്ട് ലില്ലിയും അവളുടെ അടുത്ത് അന്ന് മരിക്കുന്നതിന്റെ അന്ന് രാവിലെ ജോർജ് നിന്റെ അടുത്ത് എന്താ പറഞ്ഞതെന്ന് ചോദിച്ചതും എന്നോട് പറഞ്ഞത് വിൻഡർ ലാമ്പ് ഏറ്റവും ബെസ്റ്റ് ലാമ്പ് എന്നാ. അങ്ങനെ പറ്റിയെന്ന് പോലീസും വന്ന് ഇവിടെ എന്താ നടന്നതെന്ന് ചോദിച്ചതും അവളും ഒരു ആട്ടുമുട്ടി വന്ന് ഇതൊക്കെ ചെയ്തെന്ന് പറയുന്നു. അവനാണ് അതൊന്നും വിശ്വസിക്കുന്നുമില്ല. വിശ്വസിക്കുന്ന പോട്ടെ, അതെന്തോ ചെയ്തു വെച്ചേക്കുന്നതെന്ന് പോലും അവന് മനസ്സിലാവുന്നില്ല. അങ്ങനെ അവനത് തുടയ്ക്കാൻ നോക്കുന്നതിന്റെ ഇടയിൽ അവന്റെ കയ്യിലും കുറച്ച് പെയിന്റ് പറ്റുന്നു. അങ്ങനെ റബേക്കയും കൊണ്ടുപോകാൻ വേറെ പോലീസ് വരുന്നു. ഇവരും അവനെ അത് സൈൻ ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ ആട് നോക്കിയതും അവരുടെ കാലിൽ ഈ പെയിന്റ് ഉണ്ട്. അങ്ങനെ അവനും അവന്റെ കയ്യിൽ പെയിന്റ് നോക്കി അവനൊരു കാര്യം ഓർമ്മ വരുന്നു. എന്നിട്ട് ഹാമും പെട്ടെന്ന് അവളുടെ കൊണ്ടുപോകരുത്, യഥാർത്ഥ കൊലയാളി എനിക്കറിയാം, അവളല്ലെന്ന് പറയുന്നു. എന്നിട്ട് ആ ലോയറിന് നേരെ കൈ ചൂണ്ടുന്നു. എല്ലാവരും അങ്ങനെ ഷോക്കായി അവളെ നോക്കിയതും ഡെൻബ്രോക്കിൽ കാലെടുത്ത് വെച്ചുകൊണ്ട് അവളെയാണ് എല്ലാവരും സംശയിക്കുന്നത്. അവൾക്കാണ് ഏറ്റവും വലിയ മോട്ടീവ് ഉണ്ടായിരുന്നത്. പോരാത്തതിന് കള്ളവും പറഞ്ഞു അവളെന്ന് ജോർജിന്റെ അടുത്ത് പോയിട്ടില്ലാന്ന്. അത് തന്നെയാണ് കില്ലർ നോക്കിയിരുന്നത്. നമ്മളൊട്ടും ആലോചിച്ച് പോലും നോക്കാത്ത ഒരാളാണ് കില്ലർ. നോക്കിയാൽ ഈ രാജ്യത്ത് പോലും ഇല്ലായിരുന്ന ഒരാൾ. നിങ്ങൾ പറയുന്നത് ജോർജിന്റെ 2ാമത്തെ മോനെയാണോ? അത് തന്നെയാണ്. നിനക്ക് വിൽപ്പത്രത്തിന്റെ ഒരു കോപ്പി അയച്ചതുപോലെ തന്നെ അവനും അയച്ചു കാണും. അങ്ങനെ അന്വേഷിച്ചു പോയപ്പോൾ ജോർജിന് മൊത്ത സ്വത്തും അവന് വേണമെന്ന് തോന്നി കാണും. അതിനുവേണ്ടി അവൻ ജോർജിനെ കൊല്ലം പോലും റെഡിയായി. എന്നാൽ അത് നേരെ അവന്റെ പേര് എഴുതി വെക്കത്തില്ല. എല്ലാവരും അവനെ സംശയിക്കൂ. അതിനാണ് അവൻ റബേക്ക ഉപയോഗിച്ചത്. എന്നാൽ യഥാർത്ഥത്തിൽ ആരാണ് കൊലയാളി? അവൻ നമുക്കിടയിൽ തന്നെ ഉണ്ട്. റബേക്ക പേര് മാറ്റിയതുപോലെ തന്നെ അവനും പേര് മാറ്റി. ഇപ്പോൾ അവന്റെ പേര് എലിയറ്റ് മാത്യൂസ് എന്നാണ്. ആ റിപ്പോർട്ടറായിരുന്നു കൊലയാളി. നീ എന്താണ് പറയുന്നത്? ഞാൻ ഒരുപാട് നാളായിട്ട് ഈ കൺട്രി തന്നെയാണ് ഉള്ളത്, അതെനിക്കറിയാം. എന്നാൽ നീ വന്നിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. പേരും മാറ്റി, സംസാര ശൈലി മാറ്റി.
എന്നിട്ട് ഇവിടെ റിപ്പോർട്ടറുമായിട്ട് വന്നു. റെബേക്ക വരുമെന്ന് നിനക്ക് അറിയായിരുന്നു, അതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും കാരണം പറഞ്ഞ് ഇങ്ങോട്ട് വരണമായിരുന്നു. അതിന് നീ കൾച്ചറൽ ഫെസ്റ്റാണ് തിരഞ്ഞെടുത്തത്. നീ എന്നിട്ട് ഇവിടുന്ന് പോയെന്ന് പറഞ്ഞ് വരുത്തി തീർത്ത്, എന്നിട്ട് കാറ് ചീത്തയെന്ന് പറഞ്ഞ് തിരിച്ചു വന്നു. എന്നിട്ട് അന്ന് രാത്രി റെബേക്ക പോയതിനു ശേഷം നീ ജോർജിന്റെ അടുത്ത് നിന്നു. എന്നിട്ട് ജോർജിന് വിഷം കൊടുത്ത് പുതിയ വിൽപത്രം അവിടെ വെച്ചു. അന്ന് ഒരു അടിപിടി ഉണ്ടായി. അവസാനം ജോർജ് മരിച്ചു. നീ എന്നിട്ട് എല്ലാ തെളിവുകളും റെബേക്കയ്ക്കെതിരാക്കി. എന്നാൽ നീ പ്രതീക്ഷിക്കാത്ത ഒരു തെളിവ് അവിടെ ഇട്ടിട്ട് പോയി. അത് ജോർജിന്റെ കൈകളായിരുന്നു. ഒന്ന് നീലയായിരുന്നു, മറ്റത് പച്ചയും. ജോർജ് ഒരു മരുന്ന് കലക്കുന്നുണ്ട്, അത് നീല കളറിലാണ്. എന്നാൽ മറ്റത് ഇവിടെ നിന്നൊന്ന് ആലോചിച്ചപ്പോഴാണ് എന്റെ കുറച്ച് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് വളരെ നല്ല ഡിറ്റക്റ്റീവ്സ് എന്നെ ഓർമ്മപ്പെടുത്തിയത് മഞ്ഞയും നീലയും ചേർന്നാൽ പച്ചയാവുമെന്ന്. ജോർജ് അന്ന് ആ നീല മരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണം അവന്റെ കൈ നീലയായിരുന്നു. എന്നിട്ട് അവൻ മഞ്ഞയായിട്ടുള്ള എന്തോയിലോ പിടിച്ചു എന്ന് പറഞ്ഞാൽ ആരുടെയോ മുടിയിൽ പിടിച്ചു, എന്ന് പറഞ്ഞാൽ വില പറഞ്ഞ ഡൈ ഉപയോഗിച്ച ആരുടെയോ തലയിൽ പിടിച്ചു. എന്നിട്ടും അല്ലെന്നൊക്കെ ഒരുപാട് പറയുന്നു. എന്നിട്ട് അവന്റെ ദേഹത്തുനിന്ന് ഒരു മുടിയെടുത്ത് ഇതെന്നാ പിന്നെ DNA ടെസ്റ്റ് ചെയ്യാം, നീയാണ് പീറ്ററിന്റെ മകനെങ്കിൽ നീ തന്നെയാണ് വാൻ ബ്യൂറൻ, അങ്ങനെയാണെങ്കിൽ നീ തന്നെയാണ് യഥാർത്ഥ കൊലയാളി. എലിയിട്ടാണ് അവന്റെ കയ്യിൽ നിന്ന് മുടിയും തട്ടിക്കളഞ്ഞ് ഓടി വണ്ടി കയറി അവിടെ രക്ഷപ്പെടാൻ നോക്കുന്നു. ആ സമയത്ത് റോണി റെജിയാണെങ്കിൽ അങ്ങോട്ട് വരുന്നുണ്ട്. അവരുടെ ലില്ലി പറഞ്ഞതും അവരും പോയി വണ്ടി ഇടിച്ച് തകർക്കുന്നു. അങ്ങനെ അവനെയും പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്നു. അങ്ങനെ റെബേക്ക ഫ്രീ ആവുന്നു. ടിം ആണെങ്കിൽ അവളെ വിളക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. ലില്ലിയും ബാക്കിയുള്ളവരും തിരിച്ചും പോകുന്നു. റെബേക്കയും ഇവിടുത്തെ റൂം വെക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ബെത്തും അന്നെടുത്ത ലെറ്ററും തിരിച്ചു കൊടുക്കുന്നു. യഥാർത്ഥത്തിൽ ബെത്തിന് ജോർജിന് ഇഷ്ടമായിരുന്നു. എന്നാൽ തിരിച്ച് ഇഷ്ടമായിരുന്നെന്ന് ചോദിച്ചതും അവൻ ഒരുപാട് ശ്രമിച്ചു. എന്നാൽ അവന് നിന്റെ അമ്മയെ മാത്രമായിരുന്നു ഇഷ്ടം. അവന്റെ ഹൃദയത്തിൽ മറ്റാർക്കും സ്ഥലമില്ലായിരുന്നു. റെബേക്കയും അവൾക്ക് അവളുടെ അമ്മയെക്കുറിച്ചൊന്നും അറിയത്തില്ല, പേര് പോലും അറിയത്തില്ല എന്ന് പറഞ്ഞതും ബെത്തും നിന്റെ അമ്മയുടെ പേര് ലില്ലി എന്നായിരുന്നു എന്ന് പറയുന്നു. ഇവിടെ ഇവര് സംസാരിച്ചുകൊണ്ടിരുന്നതും വേറെ കുറെ ആടുകൾ അങ്ങോട്ട് വരുന്നു. റെബേക്കയാണ് ഈ ആടുകളെയൊക്കെ വാങ്ങിയത്. അങ്ങനെ ബാക്കി ആടുകളും മറ്റേ ആടുകളെ പോയി പരിചയപ്പെടുന്നു. റെബേക്കയും കാരുവാനിൽ വന്ന് ഒരു ബുക്ക് എടുത്ത് ജോർജ് ചെയ്യാറുള്ളത് പോലെ തന്നെ ആ ആടുകൾക്കും കഥയെല്ലാം വായിച്ചു കൊടുക്കുന്നു. ലില്ലി ഇവന്റെ എല്ലാമിന്റെ അടുത്ത് വന്ന് എല്ലാ ആടുകൾക്കും ഒരു പേര് വേണം, നിന്റെ പേര് ഇനി മുതൽ ജോർജ് എന്നാണെന്ന് പറയുന്നു. എന്നിട്ട് ജോർജിനെയും ബാക്കി ആടുകളുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. അവരും അവനെ സ്വീകരിക്കുന്നു. അങ്ങനെ എല്ലാവരും കഥ കേട്ടിരിക്കുന്നു. അതോടെ ഈ മൂവി വളരെ ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നു. ആക്ച്വലി ഇത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് കുറെ ആയിരുന്നു. എന്നാൽ കുറെ ഇഷ്യൂസ് കാരണം അപ്ലോഡ് ചെയ്യാൻ പറ്റാതായതാണ്. അതിന് എല്ലാവരോടും ക്ഷമ വയ്ക്കുന്നു. അതുമല്ല ഈ മൂവി ഇറങ്ങിയിട്ടും കുറെ ആയി. ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് വേണം തോന്നി. അത് പിന്നെ ബാക്കി കുറെ മൂവീസ് ഉണ്ടായിരുന്നതെല്ലാം മാറ്റി വെച്ചിട്ട് ഇത് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയത്. ആക്ച്വലി നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ സിനിമ കണ്ടു നോക്ക്. മലയാളത്തിൽ തന്നെ അവൈലബിൾ ആണ്.